ഡിസിപ്ലിൻ നിന്നാണ്. മതി 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 കളിച്ചൊക്കെ മതിട്ടാ. അതാരാ? ചരനാണ് ലൈനിലല്ല. ചരൺ ചാർലി പുറത്തു വന്നോ? നീങ്ങാകത്തോ നീങ്ങാകത്തോ? ഞാൻ ലൈനിലാണോ വിളിക്കാൻ? എന്റെ സ്ക്രീനില് ലൈൻ അല്ല കാണിക്കുന്നത്. ചിലപ്പോ ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെ. അതാരാ? അങ്ങനത്തെ ബാക്കിൽ പോയെന്താണ്? സെറ്റല്ലേ ചാർലി? ചാർലി സെറ്റല്ലേ? ഓക്കെ എന്നാ വിളിക്കാം. അവിടെ ടെർബോ ലൈനിൽ നിന്നാണ്. നീ ലൈനിലല്ല. നമുക്ക് ലൈനിലല്ലോ നിൽക്കുന്നത്. ആ ഓക്കെ റെഡി. മതി മതി സൈലന്റ് ആയിക്കാം. ആ പോട്ട് കുഴപ്പമില്ല. ഗൈസ് ഹിയർ വി ഗോ അവർ തേർഡ് റിക്രൂട്ട്മെന്റ്. എക്സ് CM ഡയോസ് ഡ്രീംലാൻഡ് വാക്കർ ആസ് RG7 ഡ്രീംലാൻഡ് വാക്കർ. വെൽക്കം അലൻ വാക്കർ. അലൻ വാക്കർ ആരട്ടെ? അല്ലല്ല ഇത് പുതിയ റിക്രൂട്ട്മെന്റ് അല്ല. മാഡം മാഡം ബോഡി അവിടെ ഉണ്ട്. ഡ്രീമേ സുഖം സുഖം സുഖം. വെൽക്കം ടു അർജുന. എന്താ പറയല്ലേ? എടാ ഇവന് അലക്സിന്റെ പോലത്തെ ഒരു സൗണ്ട് ഉണ്ട് അല്ലേ മേക്കെ? ചെറിയൊരു സൗണ്ട് ഉണ്ട്. ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ആ സൗണ്ടിന്റെ. അത് സിറ്റുവേഷൻ ഒക്കെ സൗണ്ട് ഒക്കെ പോവും. അത് വേറെ കാര്യം. അല്ല എത്ര വർഷമായി? എടാ പോയി നില്ലടാ. ഇത് ആരാന്നത്? അല്ലല്ല എങ്ങനെ എത്ര വർഷമായി പറഞ്ഞ? മൊത്തത്തിൽ 4 മുകളിലുണ്ട്. ആ നീ അതൊക്കെ അങ്ങ് കളിച്ചിനെ ഒന്ന്. ഇതല്ലല്ലോ ഇത് മാത്രം. CM OG ഡയോസ്. എനിവേ ഓൾ ദി ബെസ്റ്റ് ഡാ. വെൽക്കം ടു. താങ്ക് യു ഷെക്കെ. ഓ പാർസെറ്റ് ഇടാ. വെയിറ്റ്. വെൽക്കം ബ്രോ. വെൽക്കം വെൽക്കം. ഗൈസ് അതർ ദാൻ 5 നല്ലൊരു എന്താ പറയാ കിടിലം PUBG പ്ലെയറും കൂടിയാണ് ഡ്രീം. നല്ല വിഷയം കളിയാ. നമ്മൾ അങ്ങനെ നല്ല അങ്ങനത്തെ കുറേ നിങ്ങൾ കുറേ ഇതുവരെ ചാറ്റിൻ്റെ പേര് വന്നിട്ട് പോലും ഇല്ല. മനസ്സിലായ? അങ്ങനത്തെ പ്ലേയേഴ്സിനെ നോക്കി നമ്മൾ റിക്രൂട്ട് എടുത്തിട്ട് ഇനി കാര്യമുള്ളൂ. കുറേ ഹൈപ്പ് മാത്രം വെക്കണ്ട. നല്ല പ്ലേയേഴ്സും വരും. ഇങ്ങനത്തെ പ്ലേയേഴ്സും നല്ല പ്ലേയേഴ്സ്. മനസ്സിലായോ? ഹൈപ്പുള്ള പ്ലേയേഴ്സും വരും. ഇങ്ങനത്തെ നല്ല പ്ലേയേഴ്സും വരും. എന്താ ZenX ഇട്ടപ്പോ തന്നെ ഇതട്ടല്ലോ ബ്രദേ. ആ പിന്നെ ഒരു മിനിറ്റ് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. നമുക്കേ മുമ്പത്തെ പോലെ നമ്മൾ ഗ്രൈൻഡിങ് ടാർഗറ്റ് ഒക്കെ ഉണ്ട്. അത് മാക്ക് അപ്ഡേറ്റ് തരും. മനസ്സിലായോ? മാക്ക് കുറിപ്പ് അത് അപ്ഡേറ്റ് തരും കറക്റ്റ് എത്ര എന്നുള്ളത്. വീക്കിലി ഇനി ബ്ലാക്ക് മണി ആണെങ്കിലും വൈറ്റ് മണി ആണെന്നുണ്ടെങ്കിലും ഗ്രൈൻഡ് ചെയ്തോളണം. അതിന് എവിടെയാണെന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര ഇത് നിങ്ങൾ എന്താ പറയുക, ഇത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വിട്ട് നമ്മൾ തന്നെ ഇത് കുറേയൊക്കെ ഇങ്ങനത്തെ പുറത്തുനിന്ന് ഇതൊക്കെ മേടിച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് നിങ്ങൾ ഫുള്ള് ഉച്ചക്ക് ഫുള്ള് വള്ളിയ. എവിടെ ആരെ കണ്ടാലും ഗുണ്ടായിസം പോലെ ഇങ്ങനെ വണ്ടി ഫിറ്റ് ചെയ്യുക, അനാവശ്യ സിറ്റുവേഷൻസ് എടുക്കുക. ആ പരിപാടികൾ
നിർത്തണം, മനസ്സിലായോ? നാളെ തൊട്ട് ഗ്രൈൻഡ് ചെയ്തോളണം എല്ലാവരും. ടാർഗറ്റ് മാക്കും കുറിപ്പും പറഞ്ഞോളൂ. ഇത് മാത്രല്ല, ബ്ലാക്ക് മണി മാത്രല്ല, അവനാനുള്ള ഹീലിങ്സ് മാക്സിമം സ്വന്തമായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്യും. അപ്പൊ ഈ ചുമ്മായുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിട്ടുള്ള അടിച്ചു തീർക്കലങ്ങ് മതിയാക്കും, മനസ്സിലായോ? അതുകൊണ്ട് അത് സ്വന്തമായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്യണം. ഞാൻ നാളെ ആകുമ്പോഴത്തേക്കും ആരൊക്കെ എത്രയൊക്കെ എങ്ങനെയൊക്കെയാന്നുള്ളത് അത് അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടാ. ഈ ഉച്ചക്കുള്ള മുതുവള്ളിയും ഗുണ്ടാപ്പിരിവും അങ്ങ് നിർത്ത് കേട്ടോ. ഇവിടെ ഗുണ്ടാപ്പണിക്കല്ല നമ്മൾ വന്നേക്കണേ. എന്താണ് കൂടെയതാ അത്രയുള്ള പറഞ്ഞു കൊടുക്കേ. വേറെ ആർക്കെങ്കിലും എന്തേ പറയണ്ടോ? എന്താണ് അല്ല പറയണ്ടോ? പറയാണ്ട് ടക്കായി പറ, റേഡിയോ പറ. അല്ല വള്ളി കുറക്കണം എല്ലാരും കേട്ടോ. ആരാ പറയണേ? ആ പേര് മാറിയില്ലല്ലോ. അല്ല നിന്റെ ഇരട്ട പേര് തന്നെ വള്ളി ടക്കായി അല്ലായിരുന്നോ? അല്ലല്ല, അതിന്റെ പ്രത്യേക റീസൺ ഉണ്ട്. അതായത് നാളെ അവൻ ടക്കായി അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് അവൻ വലിയ കാര്യത്തിൽ വള്ളി കുറയ്ക്കണമെന്ന് ഓ പറഞ്ഞത്. അങ്ങനെ. ഇല്ല, നാളെ പോവാ. നാളെ വള്ളി എടുക്കുന്നവര് ഗെയിം കൂടി പറഞ്ഞേ. ഇനി കളി കൊച്ചിയില്ല ടക്കായുടെ. നാളെയാണോ? കാണാ നാളല്ലേ. എന്തായാലും ഡ്രീമേ ഓൾ ദി ബെസ്റ്റ് ഡാ. മതി. പിന്നെ മാക്കൂടെ എന്താണ്? അല്ല കഴിഞ്ഞു എല്ലാരും ഇറങ്ങിക്കോ, ഇറങ്ങണ്ടോലെ ഇറങ്ങിക്കോ. ആരെയും ഡി എച്ച് അടിക്കാൻ പോകുന്നുണ്ട്, ആരെങ്കിലും ഡി എച്ച് അടിക്കാനുള്ളവരുണ്ടെന്നുണ്ടെ പറഞ്ഞോ. ഒറ്റ മിനിറ്റ് എല്ലാരും ഒന്ന് ഒരു കാര്യം പുറത്ത് പറയണം. എക്സ്പെക്ട് ചെയ്ത അത്ര ഒന്നും ഇല്ലാന്നാ. എടാ ബ്രോ, എക്സ്പെക്ട് ചെയ്യാന് ഞാൻ നിങ്ങളുടെ അടുത്ത് ആരുടെയും അത്ര വലിയ എക്സ്പെക്ടേഷൻസ് വെക്കാൻ പറഞ്ഞോ? പിന്നെ അതിന്റെ ഒക്കെ അപ്പുറത്ത് നിങ്ങൾ അവന്റെ കളി എന്താന്നോ അല്ലെ അവന്റെ കാലിബർ എന്താന്നോ പൊട്ടൻഷ്യൽ എന്താന്നുള്ളത് നിങ്ങൾ കണ്ടുകണോ? ഹലോ, അല്ല അത് നമ്മളെ ചാറ്റല്ല ഇടുന്നത്. അത് ഒരു മിനിറ്റ് നമ്മളെ ചാറ്റ് തന്നെ അല്ല ഇടുന്നത് എന്നുള്ളത് എനിക്കറിയാം. അത് ആരാടുന്നതെന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. കടി ഉണ്ടാവും, കൊയിന്ത് ഉണ്ടാവും, മനസ്സിലായില്ലേ? അതിനിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊക്കെ പെർഫോം ചെയ്യണ കണ്ടിട്ടൊക്കെ നീ സംസാരിച്ചാൽ മതി. അതുവരെ നിന്റെ അടുത്തൊന്നും പറയാല്ല. പറ മാക്കേ. നിങ്ങൾ ഡി എച്ച് അടിക്കാൻ പോവാ? നീ ഉണ്ടോ? നീ പി ഡി ചെയ്യാണ്ട് വരാനാ? അല്ലല്ല. ആണ ഉണ്ടാടാ.